ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഇൻവിസിബിൾ സിബ് നമ്മൾ എങ്ങനെയാണ് നമുക്ക് തയ്ച്ചെടുക്കാൻ നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ കഴിയുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒന്ന് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ഒരു തുണിയിലാണ് നമ്മൾ ഇൻവിസിബിൾ സിബ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. നമ്മൾ മുകളിൽ നിന്ന് ഈ ഒരു ഭാഗം വരെയാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടു 2 പീസാണ് ഇതുപോലെയുള്ളത്. ഇവിടെ നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ താഴോട്ടേക്ക് കേട്ടോ ഇതുപോലെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക. അപ്പോൾ നമുക്കിത് കണ്ടോ, ഇതുവരെ 2 ഭാഗത്തേക്കും ഇതുപോലെ തുറന്നു കിട്ടുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇനി നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മുടെ ഈ ഒരു സിബിൻ്റെ മുകൾ ഭാഗം കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു തുണി ഇവിടെ തയ്ച്ചെടുക്കുന്നു. ഇതിൻ്റെ ഉപകാരം, ഇതെന്തിനാണ് ഇങ്ങനെ തയ്ച്ചെടുക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിച്ചിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും കേട്ടോ. ഇതുപോലെ തയ്ച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ ഈ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ വെച്ച് ഈ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി നമ്മളൊരു സ്റ്റിച്ചിങ് കൂടി കൊടുത്തത് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നു കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നു കേട്ടോ. ഇതുപോലെ ചെയ്തു വെക്കും. ഇനി അതുപോലെ തന്നെ ഈ ഒരു രണ്ടാമത്തെ ഭാഗവും ഇതുപോലെ കറക്റ്റ് വെക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു അളവിൽ കറക്റ്റ് നമ്മളൊരു മാർക്കിംഗ് കൊടുത്ത് ആ ഒരു മാർക്കിൽ കൂടി നമ്മൾ രണ്ടാമത്തെ ഭാഗത്തും ഇതുപോലൊരു പീസ് തയ്ച്ച് വെക്കുന്നു കേട്ടോ. ഇതുപോലൊരു പീസ് ഇങ്ങനെ തയ്ച്ച് വെക്കുന്നു. നമുക്ക് ഇൻവിസിബിൾ സിബ് വെക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അളവിലായിരിക്കണം നമ്മുടെ ലെങ്ത് ഒക്കെ കിട്ടേണ്ടത്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ ഇതുകൊണ്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ സിബിൻ്റെ മുകൾ ഭാഗവും ഫിനിഷിങ് ചെയ്യുവാനും നല്ല വൃത്തിയോടുകൂടി കിട്ടുവാനും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ലൈനിങ് ഒക്കെ ആണെങ്കിൽ ആ ഒരു ലൈനിങ്ങും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നമുക്കിത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സിബ് തയ്ക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം കണ്ടോ, നമ്മുടെ ഈ ഒരു സിബാണ് നമ്മൾ ഇതിനു വേണ്ടി തയ്ക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ഒരു പ്രഷർ ഫുഡ് നമ്മളൊന്ന് മാറ്റിയെടുക്കേണ്ടതുണ്ട് കണ്ടോ. ഈ ഒരു പ്രഷർ ഫുഡാണ് നിങ്ങൾക്ക് ഈ ഒരു ഇൻവിസിബിൾ സിബ് തയ്ക്കുവാൻ വേണ്ടി എടുക്കേണ്ടത് കണ്ടോ. ഇതുപോലെ ഉള്ള ഒരു പ്രഷർ ഫുഡാണ് ഇത്. നിങ്ങൾക്ക് നമ്മുടെ മിഷനൊക്കെ വിൽക്കുന്ന ഷോപ്പിൽ നിന്ന് നിങ്ങൾക്കിത് വാങ്ങാൻ കിട്ടും. നമ്മുടെ സാധാ പ്രഷർ ഫുഡ് ഇവിടെ നിന്ന് മാറ്റിയെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇത് ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇവിടെ കണ്ടോ, നമ്മൾ ആ ഒരു മാർക്ക് ചെയ്തിട്ടുള്ളതിൻ്റെ കണ്ടോ ഇതുപോലെ തുണിയെ നിവർത്തി വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം ഇതുപോലെ വെച്ച് നമ്മൾ സിബിനെ കണ്ടോ, നമ്മൾ റണ്ണർ വലിക്കുന്ന ഭാഗം കണ്ടോ ഇതുപോലെ ഉണ്ടാകുക. അതിനെ നമ്മൾ നേരെ തിരിച്ചു വെക്കുക കണ്ടോ. ഇതുപോലെ ഇങ്ങനെ തിരിച്ചു വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ ഈ ഒരു പ്രഷർ ഫുഡ് 2 തരത്തിലുണ്ട്. നമ്മൾ വലതു ഭാഗത്ത് നമ്മുടെ നീഡിൽ ഹോൾ വരുന്നതും ഇടത് ഭാഗത്ത് നീഡിൽ ഹോൾ വരുന്നതും. ഇടത് ഭാഗത്താണ് നമ്മുടെ നീഡിൽ ഹോളെങ്കിൽ നമ്മൾ മുകളിൽ നിന്ന് നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാൻ പറ്റും, മുകളിൽ നിന്ന് താഴോട്ടെ. എന്നാൽ ഈ ഒരു പ്രഷർ ഫുഡിൻ്റെ വലത് ഭാഗത്താണ് ഇതിൻ്റെ ഈ ഒരു നീഡിൽ ഹോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് താവിൽ നിന്ന് നമ്മൾ മുകളിലോട്ടേക്കാണ് തയ്ച്ചെടുക്കുന്നത്. നമ്മൾ ഇതിനെ ഈ റണ്ണർ മുഴുവനായും താഴ്ത്തി വെക്കുന്നു. എന്നിട്ട് നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തില്ല, നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള മാർക്ക് ചെയ്തതിന് കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു സിബിനെ വെക്കുക. എന്നിട്ട് സിബിൻ്റെ ഈ ഒരു ഭാഗം കണ്ടോ അത് നമ്മളൊന്ന് നിവർത്തി കൊടുക്കുക കണ്ടോ. ഇത് നിങ്ങൾ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഈ ഇടത് ഭാഗത്തേക്ക് ചുരുണ്ടാണ് ആ ഒരു സിബിൻ്റെ ഭാഗം നിൽക്കുക. അതിനെ നമ്മൾ ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുത്ത് ആ നിവർത്തി കൊടുത്തതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് നമ്മൾ ഈ പ്രഷർ വുഡ് വെച്ച് സൂചിയെ കറക്റ്റ് താഴ്ത്തി കൊടുക്കുക കേട്ടോ. നമ്മൾ ആ ഒരു സിബിനെ നമ്മൾ കാണുന്ന രീതിയിൽ തന്നെ വെച്ച് തയ്ക്കാൻ പാടില്ല. ആ ഒരു സിബിനെ നമ്മൾ നേരെ വെക്കുക. എന്നിട്ട് നമ്മൾ അതിനെ കണ്ടോ ഇതുപോലെ നിവർത്തി കൊടുക്കുക, വലത് ഭാഗത്തേക്ക് നിവർത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ചുരുണ്ട് നിൽക്കുന്ന പോലെയുള്ള ഭാഗം നമുക്ക് നല്ലവണ്ണം നിവർന്ന് വരും. അതുപോലെ തന്നെ കറക്റ്റ് നമ്മൾ വെച്ച് കൊടുത്താൽ നമ്മൾ ഇതുപോലെ ഒന്ന് വലത് കൈ കൊണ്ടൊന്ന് നിവർത്തി കൊടുക്കുമ്പോൾ നമ്മൾ ആ പ്രഷർ വുഡ് കറക്റ്റ് അളവിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകും. പിന്നീട് നിങ്ങൾക്ക് മാറ്റേണ്ടി വരില്ല. ഇതുപോലെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഇവിടെ വരെ ആ ഒരു പീസ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു കണ്ടോ. ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ ഭാഗം തയ്ക്കണം. അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ വെച്ച് കേട്ടോ നമ്മൾ ആ ഒരു
സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു പീസിന് കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. നമ്മൾ ഈ ഒരു ഭാഗത്തും മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നമ്മൾ ആ ഒരു ഭാഗം വെക്കുന്നു കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടേക്കാണ് തയ്ക്കുന്നത് കേട്ടോ. ഈ ഒരു ഭാഗം കണ്ടോ ചുരുണ്ട് നിൽക്കുന്നത്, അത് നമ്മൾ ഇതുപോലെ നിവർത്തി കൊടുക്കുക കേട്ടോ. ഇതുപോലെ നിവർത്തി കൊടുത്ത് കറക്റ്റ് നമ്മുടെ ആ ഒരു ചോക്ക് മാർക്കും പീസ് ജോയിൻ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗവും കറക്റ്റ് വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് താഴോട്ടേക്കും ഈ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ നിവർത്തി കൊടുത്ത് വലത് കൈയുടെ വിരൽ കൊണ്ട് ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുത്തതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഇതുപോലെ നിവർത്തി കൊടുത്ത് നമുക്ക് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഇതുപോലെ നമ്മൾ ആ ഒരു ജോയിൻ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം വരെ നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കുന്നു കേട്ടോ. ഇതുപോലെ തയ്ച്ചെടുക്കുന്നു. ഇനി നമുക്കിതിനെ ഇതുപോലെ വലിച്ച് കണ്ടോ, നമുക്കിതുപോലെ വലിച്ച് മുകളിലോട്ടേക്ക് കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് ഇൻവിസിബിൾ സിബ് നമ്മൾ തയ്ച്ചെടുക്കുന്നത് കണ്ടോ. നമ്മൾ നല്ല വൃത്തിയോടുകൂടി നിൽക്കുന്നത് കണ്ടോ. ഇതുപോലെ തയ്ച്ചെടുത്താൽ ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗം നമുക്കൊന്ന് കറക്റ്റ് കവർ ചെയ്ത് എടുക്കേണ്ടതുണ്ട്. നമ്മുടെ ആ ഒരു പീസ് അതിന് വേണ്ടിയാണ് തയ്ച്ചത്. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് കവർ ചെയ്തെടുക്കുവാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഭാഗം കണ്ടു ഇതുപോലെ ഇങ്ങനെ പുറത്തേക്ക് മടക്കി കൊടുക്കുക കണ്ടോ. ഇതുപോലെ പുറത്തേക്ക് മടക്കി കൊടുത്ത് ഈ ഒരു പീസിനെ കണ്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ പുറത്തേക്ക് മടക്കി കൊടുത്ത് നമ്മൾ ഈ ഒരു ജോയിൻറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗം നമ്മൾ കറക്റ്റ് അതിനെ കവർ ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ ഇവിടെ നമ്മൾ ആ ഒരു പ്രഷർ വുഡിനെ കറക്റ്റ് വെച്ചുകൊണ്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമുക്കിതിനെ ഇതുപോലെ മറിച്ചിടാം കേട്ടോ. ഇതുപോലെ മറിച്ചിട്ടാൽ നമ്മുടെ മുകൾ ഭാഗം കണ്ടോ നല്ല ഫിനിഷിങ്ങോടുകൂടി നമുക്ക് മുകൾ ഭാഗം നമുക്ക് കിട്ടും കണ്ടോ. ഇതുപോലെ നല്ല വൃത്തിയോടുകൂടി സിബിൻ്റെ ബാക്കി ഭാഗങ്ങളൊന്നും കാണാത്ത രീതിയിൽ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഇതുപോലെ നമ്മുടെ രണ്ടാമത്തെ ഭാഗം നമ്മൾ ഇതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ മറിച്ച് വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതിനെ കവർ ചെയ്ത് വെച്ചുകൊണ്ട് മുകളിൽ നിന്ന് ഇതുപോലെ താഴോട്ടേക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഇതിനെയും ഇതുപോലെ മറിച്ചിടുന്നു കണ്ടോ. ഇതിൻ്റെ ഈ ഒരു ഭാഗവും കണ്ടോ നല്ല ഫിനിഷിങ്ങോടുകൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് നമ്മുടെ ഇൻവിസിബിൾ സിബ് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.